തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമം. ഇംഗ്ലണ്ടിൽ നിന്നുള്ള വ്ളോഗറെ പാലക്കാട് സ്വദേശിയായ യുവാവ് ബലമായി ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന തരത്തിൽ വീഡിയോ ചെയ്ത വ്ളോഗറാണ് ഇത്. അതിക്രമത്തിന്റെ ദൃശ്യം 24-ന് ലഭിച്ചു. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്തായിരുന്നു ഈ സംഭവം? പോലീസ് ഇതിന്മേൽ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? വേണു, ഏറെ അപമാനകരമായ സംഭവമാണ് ഈ തൃശ്ശൂർ പൂരത്തിനിടയിൽ അരങ്ങേറിയിരിക്കുന്നത്. ഈ പൂരത്തിന്റെ വിശേഷങ്ങളെല്ലാം ചിത്രീകരിക്കുന്നതിന് വേണ്ടി എത്തിയ വ്ളോഗർ ദമ്പതിമാരാണ്. ഇതിൽപ്പെട്ട വനിതയ്ക്കാണ് ഇത്തരത്തിൽ ഒരു സംഭവം നേരിടേണ്ടി വന്നത്. ഈ പൂരത്തിന്റെ വിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ ഈ പ്രത്യേക ഒരു ദേവസ്വത്തിന്റെ ടാഗൊക്കെ ധരിച്ച ഒരാളാണ്. പക്ഷേ ദേവസ്വത്തിന്റെ ഭാരവാഹിയോ മറ്റൊന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് സ്വദേശിയായിട്ടുള്ള ആൾ ഈ വിദേശ വനിതയെ ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബലമായി അവരെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. ആ സമയത്ത് അവർ തന്നെ ഈ തള്ളി മാറ്റി അവിടെ നിന്ന് മാറുന്നത് കാണാം. പിന്നീട് ഇവർ തന്നെയാണ് തനിക്ക് എതിരെ ഉണ്ടായ ദുരനുഭവം, തനിക്ക് തൃശ്ശൂർ പൂരത്തിനിടയിൽ നേരിടേണ്ടി വന്ന ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ പുറത്തുവിട്ടത്. ഇതോടുകൂടിയാണ് ഇങ്ങനൊരു സംഭവം നടന്നു എന്നത് പുറം ലോകം അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് കേരളം സുരക്ഷിതമാണ് എന്ന തരത്തിൽ വീഡിയോ ചെയ്ത ദമ്പതികളാണ്. അന്നവർ പറഞ്ഞിരുന്നത് ഏറ്റവും ധൈര്യമായി വരാൻ കഴിയുന്ന ഇടം അത് കേരളമാണ്. കേരളത്തിൽ വന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അറിയാതെ മേശപ്പുറത്ത് വിലപിടിപ്പുള്ള ഫോൺ മറന്നുവെച്ച് കൈ കഴുകാൻ പോയി തിരികെ വന്നാൽ പോലും ഈ മേശപ്പുറത്ത് ആ ഫോൺ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ സുരക്ഷിതത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ആളുകളാണ്. അവർക്കാണ് ഇത്തരത്തിൽ തൃശ്ശൂർ പൂരത്തിനിടയിൽ ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ഈ വ്യക്തി എന്ന അടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് ഇദ്ദേഹം പാലക്കാട് സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ പേരുവിവരങ്ങളെല്ലാം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ സ്ഥിരീകരിച്ച് പുറത്തു വരട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ തന്നെ പേരുവിവരങ്ങൾ പുറത്തു വിടാത്തത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിലെ തന്നെ ചിലർ ഇപ്പോൾ പോലീസിന് ഔദ്യോഗികമായി തന്നെ പരാതി നൽകാനുള്ള ഒരുക്കത്തിലുമാണ്. വേണു, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.